കമന്റ് സെഷനിലോട്ടൊന്ന് പോകാം. ടൈഗോൺ കുഷാക്ക് പോലെയുള്ള വണ്ടികളിൽ 1 ലിറ്റർ എഞ്ചിൻ ഉണ്ടല്ലോ, അതുപോലെ ഈ വൈബ്രേഷൻ പ്രോബ്ലം ഉണ്ടാകുമോ? അതുപോലെ ഹുണ്ടായി വെന്യൂ ടെർബോ 1 ലിറ്റർ എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന 1 ലിറ്റർ എഞ്ചിൻസിലോട്ടാണ്. അത് 1 ലിറ്റർ എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് തന്നെയാണ്. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ വില കൂടാതെ ഒരു നിശ്ചിത വിലയ്ക്കകത്ത് തന്നെ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ പലരും ആ ഒരു വാഹനം ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവർ ഈ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ. അതിൽ ചില വാഹനങ്ങളിൽ 3 സിലിണ്ടർ വരുന്ന സമയത്ത് ടെർബോ വാഹനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു വൈബ്രേഷൻസ് കുറവ് ഫീൽ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, ആ ഇനിഷ്യൽ ലാഗ് നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഞാൻ കഴിഞ്ഞ ദിവസം സ്ലാവിയുടെ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഈ വൈബ്രേഷൻസിൻ്റെ പ്രോബ്ലം മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു നോൺ ടെർബോ വെഹിക്കിൾസ് അഥവാ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് വെഹിക്കിൾസിലൊക്കെയാണ് നമുക്ക് കൂടുതൽ അത് ഫീൽ ചെയ്യുന്ന ആ ഒരു ജർക്കിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ അത് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇപ്പോഴത്തെ പുതിയ മൗണ്ടിങ്സ് ഒക്കെ, അതായത് എഞ്ചിൻ പ്ലേസ് ചെയ്തിരിക്കുന്ന മൗണ്ടിങ്സിലാണ് ഈ എഞ്ചിൻ മൗണ്ടിങ്സ് ഒക്കെ ഹൈഡ്രോളിക് ടൈപ്പ് മൗണ്ടിങ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈബ്രേഷൻസ് ബോഡിയിലോട്ട് കയറത്തില്ല, അത് ഡാമ്പ് ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു വൈബ്രേഷൻസ് മെയിനായിട്ട് അറിയാത്തതിൻ്റെ കാര്യം. പക്ഷേ കാലക്രമേണ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ മൗണ്ടിങ്സ് മോശമായി തുടങ്ങുമ്പോൾ നമുക്ക് വൈബ്രേഷൻസ് കൂടുതൽ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും പതുക്കെ ഇതിൻ്റെ എഞ്ചിൻ മൗണ്ടിങ്സ് ഒക്കെ മാറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തി.